നമസ്കാരം. നമ്മളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ടോ? മനുഷ്യൻ എത്രവരെ വികസിച്ചേക്കാം? ഇതിന്റെ ശാസ്ത്രീയമായ ഉത്തരം നൽകുന്ന ഒരു ആശയം ആണ് കാർദഷേവ് സ്കെയില്. ഇന്ന് അതിനെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം. 1964 ഒരു റഷ്യൻ ശാസ്ത്രജ്ഞൻ ആയ നിക്കോലായ് കാർദഷേവ് ഈ സ്കെയിൽ പരിചയപ്പെടുത്തി. ഈ സ്കെയിൽ ഒരു സിവിലൈസേഷൻ എത്രതമഞ്ചോയ ഇഴമഞ്ചയെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നു. ഇത് 3 പ്രധാന ഭാഗങ്ങളിലായി വിഭജിക്കപ്പെടുന്നു: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 സിവിലൈസേഷൻ എന്നാൽ ഒരു ഗ്രഹം മുഴുവൻ ഉണ്ടാക്കുന്ന എനർജി മുഴുവനായും ഉപയോഗിക്കാൻ കഴിയുന്ന സിവിലൈസേഷൻ. ഭൂമിയിൽ ഉണ്ടാകുന്ന എനർജി, സൂര്യൻ, കാറ്റ്, ജലധാര തുടങ്ങിയവ എല്ലാം എഫിഷ്യന്റ്ലി ഉപയോഗിക്കുന്നു. നാം ഇപ്പോൾ ടൈപ്പ് 0-ലാണ്. നമ്മൾ ഭൂമിയുടെ മൊത്തം എനർജിയുടെ കുറച്ച് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ടൈപ്പ് 2 സിവിലൈസേഷൻ സൂര്യൻ പോലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് എനർജി പൂർണ്ണമായി ശേഖരിക്കും. അതിനായി ശാസ്ത്രജ്ഞർ ഡിസൻ സദിയേറ് എന്ന ആശയം അവതരിപ്പിച്ചിട്ടുണ്ട്: സൂര്യനെ ചുറ്റിയുള്ള ഒരു വലിയ എനർജി കളക്ടിംഗ് അഗർഡവ്. ടൈപ്പ് 3 സിവിലൈസേഷൻ ഒരു ഗാലക്സി മുഴുവൻ നിന്നുള്ള എനർജി ഉപയോഗിക്കുന്നു. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നത്ര പരിപക്വമായ ഒരു സിവിലൈസേഷൻ. വിദഗ്ധരുടെ അനുസാരത്തിൽ നാം ഇപ്പോൾ ടൈപ്പ് 0.7 ആണ്. ഇനിയും വളരാനുണ്ട്. പക്ഷേ ഇതിന് അനവധി വെല്ലുവിളികൾ ഉണ്ട്: ക്ലൈമറ്റ് ചേഞ്ച്, പെടുന്നായ സ്രോതസ്സുകൾ, യുദ്ധം മുതലായവ. ഭാവിയിൽ നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 പോലും ആകുമോ? ആരറിയാം. പക്ഷേ അതിന് ശാസ്ത്രത്തെ പിന്തുടർന്ന് പ്രകൃതിയെ സംരക്ഷിച്ചും ഏകോപിച്ചും വളരേണ്ടത് അത്യാവശ്യമാണ്.